ഭാരതം ഇന്ന് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. സാമ്പത്തികമായും നയതന്ത്രപരമായും രാജ്യം കൈവരിക്കുന്ന ഓരോ മുന്നേറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ആ വമ്പൻ വ്യാപാര കരാറിനെ കുറിച്ചാണ്. എന്താണ് ഈ മദർ ഓഫ് ഓൾ ഡീൽസ്? ഭാരതത്തിന്റെ ഈ വമ്പൻ നീക്കം എങ്ങനെ ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഈ മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ പേരേയുള്ളൂ: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ വിദേശ നയത്തിലും സാമ്പത്തിക അടിത്തറയിലും അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ പരിസമാപ്തിയാണിത്. 2007 കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ഈ കരാർ ചർച്ചകൾ 2013 ഏകദേശം നിലച്ച മട്ടിലായിരുന്നു. ആർക്കും തൊടാൻ ധൈര്യമില്ലാതിരുന്ന തണുപ്പൻ മട്ടിലായിരുന്ന ആ ഫയലുകൾ പൊടി തട്ടിയെടുത്ത യൂറോപ്യൻ നേതാക്കളെ നേരിൽ കണ്ട് അവർക്ക് ഭാരതത്തിലുള്ള വിശ്വാസം വീണ്ടെടുത്തത് മോദിജിയാണ്. ഒരു കരാർ 10 വർഷമായി നടന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നതാണ് സാധാരണ രീതി. എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന മോദിജി തന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് യൂറോപ്യൻ യൂണിയനെ ചർച്ചാ മേശയിലേക്ക് തിരികെ എത്തിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് താരിഫുകൾ ഉയർത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയപ്പോൾ ലോകം കരുതിയത് ഇന്ത്യ സാമ്പത്തികമായി പതറുമെന്നാണ്. എന്നാൽ അവിടെയാണ് മോദി എന്ന ലോക നേതാവിന്റെ നയതന്ത്ര മികവ് നാം കണ്ടത്. അമേരിക്കയുടെ വാതിലുകൾ പാതി അടഞ്ഞപ്പോൾ അദ്ദേഹം ഒട്ടും വൈകാതെ യൂറോപ്പിന്റെ മഹാവിപണി ഭാരതത്തിനായി തുറന്നു വാങ്ങി. ഒരേ സമയം അമേരിക്കയുമായും റഷ്യയുമായും യൂറോപ്പുമായും നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മോദി മാജിക് ആഗോള രാഷ്ട്രീയത്തിലെ അത്ഭുതമാണ്. നമ്മൾ ഈ കരാറിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കയുടെ കാര്യം പറയാതെ വയ്യ. തന്റെ അമേരിക്ക ഫസ്റ്റ് നയവുമായി വന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% നികുതി അടിച്ചേൽപ്പിച്ചാൽ ഭാരതം പതറിപ്പോകുമെന്ന് ഡൊണാൾഡ് ട്രംപ് കരുതിയിട്ടുണ്ടാകാം. ടാക്സ് കിങ് എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ച് ട്രംപ് നടത്തിയ ആ പഴയ പരിഹാസങ്ങൾക്കെല്ലാം മോദിജി നൽകിയ മറുപടിയാണ് ഈ കരാർ. അമേരിക്കൻ വിപണിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയെ തളർത്താമെന്ന് മോഹിച്ചവർക്ക് മുന്നിലൂടെ യൂറോപ്പിന്റെ മഹാവിപണിയിലേക്ക് മോദിജി രാജകീയമായി നടന്നു കയറുകയാണ്. ട്രംപ് ചുവപ്പ് നാടകൾ കൊണ്ട് വയലി കെട്ടിയപ്പോൾ മോദിജി യൂറോപ്പിൽ ചുവപ്പ് പരവതാനി വിരിച്ച് ഭാരതത്തിന്റെ വ്യാപാരത്തിന് പുതിയ വഴി വെട്ടുകയാണ്. ഇത് വെറുമൊരു കച്ചവടമല്ല, ട്രംപിന്റെ താരിഫ് രാഷ്ട്രീയത്തിന് നയതന്ത്രം കൊണ്ട് നൽകിയ മറുപടിയാണ്. ഭാരതവും യൂറോപ്പും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മോദി സർക്കാരിന്റെ കീഴിൽ ഈ ബന്ധം ഒരു കുടുംബ ബന്ധം പോലെ ദൃഢമായി. ജനാധിപത്യം എന്ന പൊതുമൂല്യത്തിലാണ് നാം ഒന്നിക്കുന്നത്. 27 രാജ്യങ്ങളടങ്ങിയ യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് വെറുമൊരു വിപണിയായല്ല, മറിച്ച് തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായാണ്. ചൈനയെ പോലെ ചതിക്കില്ലെന്ന് അവർക്ക് ഉറപ്പുള്ള ഒരേ ഒരു രാജ്യം ഇന്ന് ഭാരതമാണ്. എന്താണ് ഈ മദർ ഓഫ് ഓൾ ഡേയ്സ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം സുഗമമാക്കുന്നതിനുള്ള ഉടമ്പടിയാണിത്. നിലവിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ. ലോക GDPയുടെ 25% കൈകാര്യം ചെയ്യുന്ന ഈ 2 ശക്തികൾ ഒന്നിക്കുന്നതിലാണ് ഇതിനെ എല്ലാ കരാറുകളുടെയും മാതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തിടെ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾക്കും ആഭരണങ്ങൾക്കും 50% വരെ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ കരാർ. യൂറോപ്പുമായി കരാറിലെത്തുന്നതോടെ അമേരിക്കൻ വിപണിയിലെ നഷ്ടം നികത്താനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ വലിയ സ്വീകാര്യത ഉറപ്പിക്കാനും സാധിക്കും. യൂറോപ്പിന്റെ സാമ്പത്തിക കരുത്തും ഇന്ത്യയുടെ യുവത്വവും കൈകോർക്കുന്ന ഈ കരാർ കേവലം ഒരു കടലാസ് ഉടമ്പടിയല്ല. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ചർച്ചകളെ മോദി സർക്കാർ തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് പൊടി തട്ടിയെടുക്കുകയായിരുന്നു. ഇതിലൂടെ ലോക GDPയുടെ 25% ഭാരതത്തിന്റെ സ്വാധീന വലയത്തിലേക്ക് വരികയാണ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% നികുതി എന്ന ഭീഷണി ഉയർന്നപ്പോൾ ലോകം കരുതിയത് ഇന്ത്യ തളരുമെന്നാണ്. എന്നാൽ അവിടെയാണ് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് കണ്ടത്. യൂറോപ്പ് എന്ന മഹാവിപണിയുടെ വാതിൽ ഭാരതത്തിനായി അദ്ദേഹം തുറന്നു വാങ്ങി. ഇതോടെ ചൈനയെ മാത്രം വിശ്വസിച്ചിരുന്ന യൂറോപ്പ് ഇപ്പോൾ ഭാരതത്തെ തങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ പങ്കാളിയായി ഹൃദയത്തോട് ചേർക്കുകയാണ്. ഇതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൈത്തറി തൊഴിലാളികൾ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്കും ഇന്ത്യൻ ലബോറട്ടറികളിൽ നിർമ്മിക്കുന്ന മരുന്നുകൾക്കും ഇനി യൂറോപ്പിലെ കടകളിൽ യാതൊരു നികുതിയുമില്ലാതെ വിലസാം. ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ഇത് പുതിയ തൊഴിലവസരങ്ങൾ നൽകും. യൂറോപ്പിനും ചില ആവശ്യങ്ങളുണ്ട്. അവരുടെ കാറുകൾക്കും മദ്യത്തിനും നികുതി കുറയ്ക്കണമെന്ന് അവർ പറയുന്നു. എന്നാൽ ഭാരതത്തിന്റെ മണ്ണിലെ കർഷകനെയോ ചെറുകിട വ്യാപാരിയെയോ വേദനിപ്പിക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും മോദി സർക്കാർ തയ്യാറല്ല.
ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചരിത്ര ഉടമ്പടി ഒപ്പിടാൻ പോകുന്നത്. ചുരുക്കത്തിൽ ലോകത്തിന്റെ നിർമ്മാണശാലയായി ഭാരതം മാറുകയാണ്. 2007 തുടങ്ങിയ മുടന്തൻ ചർച്ചകൾക്ക് വിരാമമിട്ട് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി ഇന്ത്യയെ മാറ്റുന്ന ഈ കരാർ ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു വിപ്ലവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേവലം നികുതി കുറയ്ക്കുന്ന ഒരു ഇടപാടല്ല. ആഗോള വിപണിയിൽ ചൈനയുടെ ആധിപത്യം തകർക്കാൻ ഭാരതം നടത്തുന്ന ഏറ്റവും വലിയ കരുനീക്കമാണിത്. ഇതിന്റെ മറ്റ് പ്രധാന വശങ്ങൾ നമുക്ക് കൂടുതൽ ആഴത്തിലൊന്ന് പരിശോധിക്കാം. ഭാരതം ഇന്ന് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പാതയിലാണ്. ഈ കരാറിലൂടെ യൂറോപ്പിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഭാരതത്തിലേക്ക് ഒഴുകും. ക്ലീൻ എനർജി അഥവാ ഹരിത ഊർജം, സെമി കണ്ടക്ടർ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തും. ഇത് നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പുകൾക്കും ടെക്നോളജി മേഖലയ്ക്കും വലിയൊരു ഉത്തേജനമാകും. ഇത്രയും കാലം യൂറോപ്പ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കായി ചൈനയെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷമുള്ള സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയെ അവർ തിരയുകയായിരുന്നു. അവിടെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം അവരുടെ മുന്നിൽ കരുത്തോടെ നിന്നത്. ഈ കരാർ ഒപ്പിടുന്നതോടെ യൂറോപ്പിന്റെ പ്ലാൻ ബി എന്ന നിലയിൽ നിന്ന് ഭാരതം അവരുടെ പ്ലാൻ എ ആയി മാറും. അതായത് ലോകത്തിന്റെ ഫാക്ടറിയായി ഭാരതം മാറുന്ന കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. IT വിദഗ്ധർക്കും എഞ്ചിനീയർമാർക്കും മാത്രമല്ല, നമ്മുടെ നാട്ടിലെ നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ഈ കരാർ ഒരു വലിയ അനുഗ്രഹമാവും. യൂറോപ്യൻ രാജ്യങ്ങളിലെ വിസ നിയമനങ്ങൾ ലളിതമാക്കുന്നതിലൂടെ ഭാരതീയർക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ തൊഴിൽ സുരക്ഷയും മികച്ച ശമ്പളവും ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കും. യൂറോപ്പിലെ പരിസ്ഥിതി നിയമങ്ങൾ ഇന്ത്യൻ വ്യവസായങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ കരാറുകൾക്കും വൈനിനും നികുതി കുറയ്ക്കണമെന്ന അവരുടെ ആവശ്യം പരിഗണിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക വ്യവസായികളെ സംരക്ഷിക്കാനുള്ള സേഫ് ഗാർഡ് സംവിധാനങ്ങളും ഈ കരാറിന്റെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു പുതിയ ലോകക്രമത്തിനാണ്. അമേരിക്കയുടെ താരിഫ് ഭീഷണികളെയും ചൈനയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച ഭാരതം സ്വന്തം വഴി വെട്ടിത്തെളിയിക്കുകയാണ്. 2026 ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ അത് വെറും ഒരു വ്യാപാര കരാറായിരിക്കില്ല, മറിച്ച് വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും. ഭാരതത്തിന്റെ സാമ്പത്തിക പരമാധികാരവും നയതന്ത്ര കരുത്തും ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയുകയാണ്. വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാമ്പത്തിക വിപ്ലവത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.